ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇയറിംഗ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ്. ഒരു അണ്ടർ 70 റുപ്പീസിലാണ് എല്ലാ ഇയറിംഗ്സും വരുന്നത്. 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ആയിട്ടുള്ള ദാറ്റ് അഫോർഡബിൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാക്കേജിങ് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇവരുടെ ഇയറിംഗ്സ് എല്ലാം തന്നെ നമുക്ക് പാക്ക് ചെയ്ത് വന്നത്. മാത്രമല്ല ഇതിനുള്ളിലായിട്ട് നമുക്കൊരു താങ്ക്സ് നോട്ടും അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവർ എഴുതി ഒരു താങ്ക്സ് നോട്ട് ഇതിനകത്തുണ്ട്. യു മെയ്ഡ് മൈ ഡേ കീപ് പർച്ചേസിങ് വിത്ത് മീ, അങ്ങനെയൊക്കെ അവർ എഴുതി ഇങ്ങനൊരു താങ്ക്സ് കാർഡും നമ്മളപ്പം ഇതിനൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രൊഡക്ട്സ് എല്ലാതും തന്നെ ഭയങ്കര സേഫ് ആയിട്ടാണ് വന്നത്. കണ്ടോ, ഇതുപോലെയുള്ള കുറച്ച് കളർ പേപ്പറിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മീത് നമ്മുടെ ഇയറിംഗ്സ് എല്ലാം ഇരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഇയറിംഗ്സ് വന്നത്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്തത്. വെബ്സൈറ്റും കാര്യങ്ങളൊന്നുമില്ല. വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പോലെ ഇയറിംഗ്സിനോട് കുറച്ചധികം ക്രേസ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പ്രൊഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ തവണ വാങ്ങിയിട്ടുള്ളതെല്ലാം ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ ചേരുന്ന രീതിയിലുള്ള ഇയറിംഗ്സ് ആണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ജുംക്ക അല്ലെങ്കിൽ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിനൊക്കെ ചേരുന്ന രീതിയിലുള്ള ഇയറിംഗ്സ് അല്ല ഒന്നും തന്നെ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഇയറിംഗ് ആണ് കേട്ടോ. ഇവിടെ സ്റ്റഡായിട്ട് ഗോൾഡൻ ഹാർട്ടാണ് വരുന്നത്. താഴത്തോട്ട് ഇങ്ങനെ ഇത് വന്നിട്ട് ഇവിടെ ഒരു ക്രിസ്റ്റൽ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് കാണാനായിട്ട്. റേറ്റ് എനിക്ക് അങ്ങനെ എല്ലാത്തിനെയും കറക്റ്റ് ഓർമ്മയില്ല. കുറച്ച് ദിവസങ്ങളായി ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടിയത്. എന്നാലും എല്ലാ ഇയറിംഗ്സും ഒരു 70 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു 65-70, ആ ഒരു 70-ന് താഴെയാണ് എന്തായാലും ഇതിൻ്റെ റേറ്റ്. ഒരു 60 സംതിങ് ആയിരുന്നു. കറക്റ്റ് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. എല്ലാ ഇയറിംഗ്സും ഒന്നിനൊന്നും മെച്ചം ആണ് കേട്ടോ. അത് എൻ്റെ ടേസ്റ്റ് ഉള്ളവർക്കാണ് ഇങ്ങനത്തെ ഇയറിംഗ്സ് ഇഷ്ടമാവുള്ളൂ. ചിലവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ഒരു തവണ ഷോർട്ട് വീഡിയോയിൽ എവിടെ നിന്ന് വാങ്ങിയതായിരുന്നു, ഗുരുവായൂരിന്ന് വാങ്ങിയതോ അതോ ഞാൻ എവിടെ നിന്ന് വാങ്ങിയ ഇയറിംഗ്സിൻ്റെ ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ അതിനകത്ത് കമൻറ്റ് ചെയ്തിരുന്നു ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇയറിംഗ്സാണ് ഞാൻ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ ഇയറിംഗ്സ് ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇയറിംഗ്സ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ആ ഒരു പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കാണാനായിട്ട് പറ്റും. മാത്രമല്ല പുതിയ പുതിയ കുറേ കളക്ഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ഇയറിംഗ്സ് വരുന്നത് ഈ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഹൂപ്പ് ഇയറിംഗ്സ് ആണ് കേട്ടോ. നോർമൽ ഹൂപ്പല്ല, ഇതിനകത്ത് ഹാർട്ട് ഷേപ്പിലുള്ള ഹൂപ്പാണ് വരുന്നത്. കണ്ടോ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയിരിക്കുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. നെക്സ്റ്റ് ഇയറിംഗ് വരുന്നത് വീണ്ടും ഒരു ബ്ലാക്ക് ഫ്ലവർ ഇയറിംഗ് ആണ് കേട്ടോ. ഇതിനകത്ത് നടുക്കായിട്ടൊരു വൈറ്റ് പേളും വരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയാണ്. ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, വേറെ എന്തോ ഒരു മെറ്റൽ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു മെറ്റീരിയലിന് ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. കാണാനായിട്ടും ക്വാളിറ്റിയും ഗംഭീര ക്വാളിറ്റിയാണ് കേട്ടോ. ഇതും ഒരു 60-65 അങ്ങനെ എത്രയായിരുന്നു റേറ്റ് ആണ്. അടുത്തത് വീണ്ടും ഒരു ഹൂപ്പ് ഇയറിംഗ്സ് ആണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നല്ല ഭംഗിയുള്ളൊരു ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതും ഒരു തരം മെറ്റലിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, പ്ലാസ്റ്റിക് അല്ല, വേറെ എന്തോ ഒരു സംഭവമാണിത്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. റേറ്റും ഭയങ്കര അഫോർഡബിൾ അല്ല. ഞാൻ നോക്കിയപ്പോൾ കുറേ പേജുകളിലൊക്കെ 100 രൂപയ്ക്ക് താഴെയൊന്നും ഇയറിംഗ്സേ ഇല്ല. കുറേ പേജസിൽ ഞാൻ നോക്കിയപ്പോൾ എല്ലാം 150-200 അങ്ങനെ ഭയങ്കര റേറ്റാണ്. പക്ഷേ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പേജിൽ കണ്ടില്ല പെട്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ഇവരെടുത്ത് ചാറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില ഇയറിംഗ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അത് സ്റ്റോക്ക് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ സ്ഥിരം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ജ്വല്ലറീസൊക്കെ പരതുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലവർക്ക് 200 രൂപയുടെ ഒരു കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അഫോർഡബിൾ ആയിരിക്കും. പക്ഷേ എനിക്കത് കുറച്ച് പ്രൈസ് ആയിട്ടാണ് തോന്നാറ് കേട്ടോ. ഇപ്പോൾ ഞാൻ 60 രൂപയുടെ കമ്മൽ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അത് ഭയങ്കര പ്രൈസ് ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഇയറിംഗ്സ് ആണിത്. ഒരു അണ്ടർ 70 എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു കമ്മലാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതൊരു പ്രത്യേക തരം ഷേപ്പാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനൊരു സംഗതിയാണ് വരുന്നത്. ഒരു വെറൈറ്റി സാധനം.
ഇതിനൊക്കെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു 5-6 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് വാങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഹൂപ്പിൽ അതിനും ഹാർട്ട് ഷേപ്പ് അല്ലാണ്ട് സ്റ്റാർ, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു വേറെ ഏതൊക്കെയോ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അതിനും ഒരു 5ഓളം ഷെയ്ഡ്സ് വേറെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെയും കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കമ്മലിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഉണ്ടായുള്ളൂ. ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് കമ്മലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ. ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് പോലെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ. റാണി പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റാണി പിങ്ക് അല്ല, എന്നാലും അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് കേട്ടോ. ഇതെന്തോ ഷെയ്ഡ് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നില്ല. കണ്ടോ, ഇതൊരു ഹാഫ് ഹൂപ്പാണ് കേട്ടോ. ഫുള്ളി ഹൂപ്പ് ഇയറിങ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ ചെറിയൊരു ഹൂപ്പ് തന്നെയാണ് ഇത് വരുന്നത്. ഇതും കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോ, വൈറ്റ്, അങ്ങനെ ഏതൊക്കെയോ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്. പക്ഷേ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു സ്റ്റെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ പേനമഷിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സ്റ്റെയിനാണ് ഇതിന്. അതിന് കുറേ മായ്ക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ മായുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, ഇത് വിട്ട് കളയാനും തോന്നുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റെയിൻ കാണില്ല എന്ന് വിചാരിക്കാം. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട് കേട്ടോ. ലൈറ്റിങ്ങിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇതും 65 രൂപയോ അങ്ങനെ എത്രയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് പക്ഷേ മെറ്റീരിയൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല. അടുത്തൊരു വെറൈറ്റി കമ്മലാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഫ്ലവർ ഹൂപ്പ് ഇയറിങ്സ് ആണ്. ഹൂപ്പ് വരുന്നുണ്ട്, എന്നാൽ ഡബിൾ ഫ്ലവർ ആണ് കേട്ടോ. ഫസ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡും ബാക്കിലായിട്ടൊരു ബ്ലൂ ഷെയ്ഡിലും വരുന്ന ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, പക്ഷെ അല്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കേട്ടോ. ഒട്ടും തന്നെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാതും തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഹെവി ഫീലൊന്നും എന്തായാലും നമ്മുടെ ചെവിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇയറിങ്സ് ആണ് കേട്ടോ എല്ലാതും. ഇതിൻ്റെയും വേറെ ഏതൊക്കെയോ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു, പിങ്കിൻ്റെ ഉണ്ടായിരുന്നു, ഈ ബ്ലൂവിന് പകരം പിങ്ക് വരുന്നുണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക്, റെഡ്, അങ്ങനെ ഏതൊക്കെയോ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു ഈവിളയുടെ ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഹാർട്ട് ഷേപ്പാണ് വരുന്നത്. ജസ്റ്റ് ഒരു സ്റ്റഡാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റഡാണ് വരുന്നത്. ഭയങ്കര ചെറുതല്ല, എന്നാൽ ഭയങ്കര വലുതല്ലാത്ത ഒരു സ്റ്റഡാണ്. അടുത്ത കമ്മൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കമ്മലാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ചെറിയൊരു ഹാങ്ങിങ് വരുന്ന ഒരു ക്യൂബ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു കമ്മലാണ്. ഇതിന് 45 രൂപയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയും കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഓരോ ഡ്രസ്സ് മനസ്സിൽ വിചാരിച്ചിട്ട്, എൻ്റെ കയ്യിലുള്ള ഡ്രസ്സസ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ കമ്മലുകൾ എടുക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ചായിട്ട് ഇടാനോ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു പീച്ച്, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവരുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൂടുതൽ കളക്ഷൻസ്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന എല്ലാ ഇയറിങ്സിൻ്റെയും പല ഷെയ്ഡ്സും അവരുടെ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചായി പോകുന്ന ഇയറിങ്സ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് സ്റ്റഡ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയതല്ല, അതെനിക്ക് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കമ്മൽ അതിനകത്ത് കിടക്കുന്നു. അതെനിക്ക് അവർ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് നല്ലൊരു എന്താ പറയുക, നമ്മുടെ സൂര്യകാന്തിയുടെ ഒക്കെ പോലെയില്ലേ, സൺഫ്ലവർ പോലെയൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മലാണ് കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ബേബി പിങ്ക് ഷെയ്ഡും നടുക്കുള്ള സംഭവം യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് പണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള കമ്മലുകളായിരുന്നു ഇടാൻ ഇഷ്ടം. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് സ്റ്റഡുകളാണ് കേട്ടോ ഇഷ്ടം. ചെറിയ സ്റ്റഡുകൾ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ജസ്റ്റ് ഒറ്റ പേളൊക്കെ വരുന്ന കമ്മലുകളുണ്ടല്ലോ, ഒറ്റൊരു സ്റ്റഡ് പോലെ ഭയങ്കര കുഞ്ഞായിട്ടുള്ളത്, അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പണ്ട് ഞാൻ ഭയങ്കര ഹെവി, ഭയങ്കര എന്താ പറയുക, കൊട്ട പോലത്തെ കമ്മലുകളൊക്കെ ആയിരുന്നു ഇടാറ്. ഇപ്പോൾ ഞാൻ അത്രയ്ക്ക് വലുത് വാങ്ങാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് ഹൂപ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര മിനിമലായിട്ടുള്ള ജ്വല്ലറീസ് ഇല്ലേ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ്, അല്ലെങ്കിൽ ബോർഡർ ഷേപ്പ്, പിന്നെ എന്താ അങ്ങനത്തെ ഷേപ്പുകളിൽ വരുന്ന കമ്മലുകൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ സമയത്തും ഓരോരോ ഇഷ്ടങ്ങളാണ്. ഇത് ഇങ്ങനൊരു ഫ്ലവറിൻ്റെ കമ്മലാണ്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലിയർ ആവുന്നുണ്ടാവില്ല, ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇത് പേസ്റ്റൽ ഗ്രീനിലും പിന്നെ നടുക്കായിട്ടൊരു പിങ്ക് ഷെയ്ഡിലുള്ള സംഭവമാണ് വരുന്നത് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാനായിട്ട് പറ്റുന്ന കമ്മലാണ് കേട്ടോ. നേരത്തെ കാണിച്ചതിൻ്റെ സെയിം വൈറ്റാണ് കേട്ടത്. ഇതിനകത്ത് നടുക്ക് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇതിന് 10 രൂപ കണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്കിഷ് പീച്ച്,
അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെയും നടുക്കിലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളാണ് കാണാനായിട്ട്, എന്നാൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റഡ് ഉണ്ടല്ലോ, ഇത് 20 രൂപ കണ്ടായിരുന്നു. ഈ വിളയ്ക്ക് 20 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുമൊക്കെ ഇയറിങ്സാണ് ഞാൻ അവരുടെ പേജിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. 50 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാം. നമ്മൾ 500 എബവ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 500 എബവ് പർച്ചേസ് ചെയ്തിരുന്നു. കാരണം എനിക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാൻ തീരെ ഇഷ്ടമില്ല. അത് എന്ത് തന്നെയായാലും എനിക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടുള്ള പരിപാടികൾ ഭയങ്കര മടിയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ചിലയിടത്ത് ഷിപ്പിംഗ് ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ചില ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ അത് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മളിപ്പോൾ മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്ന സംഭവങ്ങൾ ഞാൻ പരമാവധി വാങ്ങാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രൈറ്റീരിയ വെക്കുകയാണ്, എബവ് 500 ആണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും 500 ആക്കും. ഇതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ ബിലോ 500 ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റേറ്റ് വന്നത്. എന്നിട്ട് ഞാനൊരു 1-2 ഇയറിങ്സ് ഒന്നും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എബവ് 500 ആയി. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വെറുതെ കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ലിസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ദാറ്റ് അഫോർഡബിൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇയറിങ്സ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.